ഹായ് ഹലോ ഹൗ ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് യേശു എന്ന അത്ഭുത മനുഷ്യൻ എന്ന എപ്പിസോഡുമായിട്ടാണ്. ഞാനിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുവാൻ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഞാനത് പറഞ്ഞിരുന്നു. നമ്മുടെ രാഹുൽ ഈശ്വറിനെ ഹെവൻലി വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ രാഹുൽ ഈശ്വറിനെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ അദ്ദേഹത്തോട് ചോദിച്ച 2 ചോദ്യങ്ങളാണ്. അത് എനിക്ക് വേദനിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും ആ ചോദ്യങ്ങൾ ഭയങ്കര വൈകൃതമായിട്ട് തോന്നി. കാരണം ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന ആളാണെന്നാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ ചെയ്ത ആളെക്കുറിച്ച് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അദ്ദേഹം ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ചരിത്രമെന്ത്? ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ചരിത്രമെന്ത്? ബൈബിൾ ഒരു പുസ്തകമല്ല. ബൈബിൾ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് ഒന്നാമത്തെ എപ്പിസോഡിൽ ബൈബിളിൻ്റെ ചരിത്രമടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ടൊക്കെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ച ചോദ്യം, യേശു ഒരു ചരിത്ര പുരുഷനാണോ എന്നാണ്. അപ്പോൾ യേശു ചരിത്ര പുരുഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബൈബിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ചരിത്രം അറിയാൻ പറ്റും. അപ്പോൾ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും, അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യും. എന്നാലും യേശുവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അടുത്തറിയണമല്ലോ. അപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലും മൂന്നാമത്തെ എപ്പിസോഡിലും യേശുവിനെ കുറിച്ചിട്ട്, യേശുവിൻ്റെ ആക്ടിവിറ്റീസ്, യേശുവിൻ്റെ പേര്, യേശുവിൻ്റെ യഥാർത്ഥ പേര്, യേശുവിനെ ജൂതന്മാർ വിളിച്ചിരുന്നത്, അതായത് നസ്രയർ വിളിച്ചിരുന്നത് ഈസ എന്നായിരുന്നു എന്നും, ആ പേര് വിളിച്ച് ഈശോ എന്നായത്, മലയാളത്തിൽ വന്നപ്പോഴാണ് ഈശോ എന്നായതെന്നും, ഇംഗ്ലീഷുകാരാണ് ജോഷുവ ജീസസ് എന്നുള്ള പേരൊക്കെ വിളിച്ചതെന്നും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ എപ്പിസോഡിൽ ഈ യേശുവിൻ്റെ ആക്ടിവിറ്റീസാണ്. അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയ്ക്കും ധർമ്മഗുരു എന്ന നിലയ്ക്കും എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത്, മനുഷ്യ കുലത്തിന് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. ഈ എപ്പിസോഡിൽ യേശു എന്ന അത്ഭുത മനുഷ്യൻ, അദ്ദേഹത്തിൽ കുറച്ച് മിറാക്കിൾസ് ഉണ്ടായിരുന്നു, കുറച്ച് മിസ്റ്ററി ഉണ്ട്. അപ്പോൾ ആ മിസ്റ്ററി ഒരു മാനുഷിക തലത്തിലുള്ളതല്ല, അത് ദൈവിക തലത്തിലേക്കും ഒക്കെ സഞ്ചരിക്കുന്ന മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം മനുഷ്യനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അത് അദ്ദേഹത്തിന് ജനനം മുതൽ ഉണ്ടായിരുന്നു, അദ്ദേഹം ജനിച്ച കാലം തൊട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് എനിക്കൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം മുതൽ അദ്ദേഹത്തിൻ്റെ അത്ഭുതം, അദ്ദേഹത്തിൻ്റെ മിറാക്കിൾസ്, അദ്ദേഹം ജന്മം തന്നെ അതേ മിറാക്കിൾസിലായിരുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് വ്യത്യസ്തത പുലർത്തിയിരുന്നു. അപ്പോൾ നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ ജനിക്കുന്ന പോലെയല്ല അദ്ദേഹം ജനിച്ചത്. അത് കന്യകയായ മറിയം പുരുഷ സ്പർശമേൽക്കാതെ ഗർഭം ധരിച്ച് ആണ് ക്രിസ്തുവിനെ പ്രസവിച്ചത്. അപ്പോൾ ആ ഗർഭത്തെക്കുറിച്ച് മറിയം പറഞ്ഞിരുന്നു, ഞാൻ പുരുഷ സ്പർശം ഏൽക്കാതെയാണ് യേശുവിനെ ഗർഭം ധരിച്ചതെന്നും എനിക്ക് ദൈവത്തിൽ നിന്ന് വെളിപാടുണ്ടായിരുന്നു എന്നും ആ വെളിപാട് പ്രകാരമാണ് ഗർഭം ധരിച്ചതെന്നും പറഞ്ഞിരുന്നു. ഈ മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യനുണ്ടായ കാലം തൊട്ട് കുശുമ്പും ഏഷണിയും പരദൂഷണവും ഒക്കെ മനുഷ്യൻ്റെ ഇടയിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുണ്ട്. അപ്പോൾ അങ്ങനെ മറിയത്തിൻ്റെ പാതിവൃത്യത്തിൽ എന്തെങ്കിലും സംശയം അന്നത്തെ ആളുകൾക്ക് തോന്നിയിരുന്നെങ്കിൽ അന്നത്തെ വേദഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തിയേനെ, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ അത് പറഞ്ഞു പരത്തിയേനെ. ഇത് ഒന്നും അങ്ങനെ മറിയത്തിൻ്റെ പാതിവൃത്യത്തെക്കുറിച്ചൊരു ചർച്ച, അങ്ങനെ ആ രീതിയിലൊരു നെഗറ്റീവായിട്ടുള്ള ചർച്ച ഉണ്ടായിട്ടില്ല. ഞാൻ മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് മാതാവിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, മാനുഷിക തലത്തിൽ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇന്ന് വരെ ഒരു നിരീശ്വരവാദിയോ ഒരു യുക്തിവാദിയോ ഒരാളും മറിയത്തെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ വസ്തുത അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ ലെവലിൽ ഇങ്ങനെ തന്നെ, അത് അത്ഭുതപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്ഭുതം എന്നല്ല, അത് സത്യമാണ്. അപ്പോൾ അങ്ങനെ എഴുതപ്പെട്ടു പോന്നിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, വാമൊഴിയായിട്ട് പോന്നിട്ടുണ്ട്, എല്ലാ രീതിയിലും പോന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. മറിയം യേശുവിനെ പ്രസവിച്ചത് ദിവ്യഗർഭത്തിലൂടെയാണ്. ദൈവം
മനുഷ്യനായി അവതരിച്ചതാണ്, മറിയത്തിലൂടെ അവതരിച്ച് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് അവതരിച്ചതാണ് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞാനിതൊരു എന്താ പറയുക, മതത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയോ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള വെയർബോട്ട്സിലേക്ക് അന്വേഷണം പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഡ്യൂഷൻസ്, എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്, എനിക്ക് കിട്ടിയിട്ടുള്ള ചരിത്രം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അങ്ങനെ മറിയത്തിൻ്റെ ഒരു പരിശുദ്ധി, മറിയത്തിൻ്റെ ആ പരിശുദ്ധിയിലാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ആ വ്യക്തിത്വം ഉണ്ടായിട്ടുള്ളത്. അത് ദൈവം അവതരിച്ചതാണ് മറിയത്തിലൂടെ. മറിയം അത്ര പരിശുദ്ധി ഉള്ള ആളായതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റിനെ പോലെ ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയ്ക്ക് വലിയ വ്യക്തിത്വത്തിന് ഉടമയെ ഗർഭം ധരിച്ച് ജന്മം കൊടുക്കാൻ കഴിഞ്ഞത്. പിന്നെ യേശുവിൻ്റെ ജന്മം മുതൽ യേശു ജനിച്ച് മനുഷ്യനായി വന്ന് കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം എന്ന് പറഞ്ഞാൽ താത്വികനും താർക്കികനും ആത്മീയ ചിന്തകനും ഈ കുട്ടിക്കാലം മുതൽ ഒരു 5 വയസ്സ് മുതലുള്ള കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം മറ്റു കുട്ടികളിൽ കാണാത്ത സ്വഭാവങ്ങൾക്ക് ഉടമയായിരുന്നു. അമാനുഷികത ഒഴിച്ച് മാനുഷിക തലത്തിൽ തന്നെ അപാര കഴിവുകളുള്ള ജീനിയസായിരുന്നു യേശു. ഈസ എന്നാണ് അന്നത്തെ കാലത്ത് നസ്രായരുടെ ഇടയ്ക്ക് യേശുവിനെ വിളിച്ചിരുന്നത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് പിന്തുടർന്ന് വന്നിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളിലും അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശുവിൻ്റെ 12 വയസ്സിന് ശേഷം 30 വയസ്സ് വരെയുള്ള കാലഘട്ടം, അതായത് യേശു ജനിച്ച് 12 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 12 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സുള്ള കാര്യങ്ങൾ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അത് യേശുവിൻ്റെ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഗ്യാപ്പ് ഒരു കെട്ടുകഥയായിട്ട് വേണമെങ്കിൽ ബൈബിളിൽ എഴുതി ചേർക്കാമായിരുന്നു. ആ ചരിത്രകാരന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അന്ന് എഴുതി ചേർത്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരിക്കലും ജീസസിൻ്റെ ഈ 12 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവിതത്തിൽ ഉള്ളൊരു അത്ഭുതം, മനുഷ്യനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. യേശുവും അദ്ദേഹത്തിൻ്റെ 3 അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും പത്രോസ്, ജെയിംസ്, യോഹന്നാൻ എന്നിവർ പ്രാർത്ഥിക്കുന്നതിനായി താബോർ മലയിലെത്തുകയും അവിടെ വെച്ച് യേശുവിൽ രൂപാന്തരം സംഭവിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഒരു രൂപാന്തരം 30-ാമത്തെ വയസ്സിന് ശേഷമാണ് ഒരു രൂപാന്തരം സംഭവിച്ചു പെട്ടെന്ന്. അപ്പോൾ അത് സംഭവിച്ച പ്രകാശകിരണങ്ങൾ കൊണ്ട് യേശു തിളങ്ങുകയാണ്, ഭയങ്കരമായിട്ട് സൂര്യനെ പോലെ തിളങ്ങി എന്നാണ് പറയുന്നത്. തോമസ് അക്വിനാസ് യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പറയുന്നത്, തോമസ് അക്വിനാസ് പറയുന്നത് യേശുവിൻ്റെ അത്ഭുതങ്ങളിലുള്ള ഏറ്റവും വലിയ അത്ഭുതമാണ് യേശുവിൻ്റെ രൂപാന്തരീകരണമെന്നാണ്. അതും യേശുവിനെ സാധാരണ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തനാക്കുകയാണ്. പിന്നെ അദ്ദേഹം പഠിപ്പിച്ച ആത്മീയ കാര്യങ്ങൾ, സത്കർമ്മങ്ങൾ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, പനി പിടിച്ചവനെ ചികിത്സിച്ചു ഭേദമാക്കുന്നു, പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായി ഒരു ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, പനി പിടിച്ചവനെ ചികിത്സിക്കുന്നു, കുഷ്ഠരോഗിയുടെ കുഷ്ഠം കഴുകി വൃത്തിയാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായി മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളിലും നിരാലംബരായവരെയും നിരാശ്രയരായവരെയും കൈവിടാതെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മനുഷ്യനെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിക്കുകയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ദൈവചിന്തകൾ, ദൈവത്തെക്കുറിച്ച്, അതായത് നമ്മൾ നോർമലി വിശ്വാസികൾ, ദൈവവിശ്വാസികൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കും. ആ ഒരു കാര്യം അദ്ദേഹം കൃത്യമായിട്ട് മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന തന്നെ അവരെ പഠിപ്പിച്ചിരുന്നു, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ്. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയാണത്. യേശു പഠിപ്പിച്ചിട്ടുള്ള ഏക പ്രാർത്ഥന, രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരൊറ്റ പ്രാർത്ഥനയാണ്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ പിന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആത്മീയത കൂടാതെ താന്ത്രിക് ക്രിയകൾ, വൈദ്യം, ജാലവിദ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അതാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 12 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കാര്യങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതുപോലെ വളരെ ജീനിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, വളരെ നല്ല രീതിയിൽ പോകുന്നിട്ടുള്ളൊരു വ്യക്തി
ഈ 12 വയസ്സ് കഴിഞ്ഞിട്ട് വെറുതെ അതിലേ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് തോന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ജോലിയിൽ പിതാവിന് ചെറിയ ആശാരിപ്പണിയായിരുന്നു, മരപ്പണിയായിരുന്നു. അപ്പോൾ ആ മരപ്പണിയിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായിക്കുകയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ്, അദ്ദേഹത്തിലുള്ള ആ സദ്ഗുണങ്ങൾ, സദ്ഗുണ നൈതികത അദ്ദേഹം വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതൊക്കെ ആയിരിക്കണം അദ്ദേഹം. അത് ചെറിയ കാര്യങ്ങളിലല്ല, അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവണം, പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പവർ വരാൻ കാരണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആത്മീയത, മാന്ത്രിക് താന്ത്രിക് ക്രിയകൾ, വൈദ്യം, ജാലവിദ്യ, ഇതൊക്കെ പ്രയോഗിക്കാൻ. അതാണ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. അതൊക്കെ ദൈവികതയാവാം, അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. അതുപോലെ തന്നെ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ അതൊന്നും സാധാരണ മനുഷ്യനിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു മാനുഷിക തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ ജാലവിദ്യക്കാരെ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ജാലവിദ്യ കാണിക്കാം. അദ്ദേഹം അങ്ങനെ അത് അദ്ദേഹത്തിനും കഴിയും, അങ്ങനെയും ചിന്തിക്കാം. അത് ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ശക്തി പകരുവാൻ, ഈ അദ്ദേഹം സ്വായത്തമാക്കിയ കഴിവുകൾ മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ശക്തി പകരുവാൻ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് ഇത്രയും ലോകവ്യാപകമായിട്ട് യേശു ക്രിസ്തുവിനെ എല്ലാവരും നമിക്കുന്നത് കാണിച്ചു. കൂടുതലും ദൈവവുമായി മനുഷ്യനെ കണക്ട് ചെയ്യാനും അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അങ്ങനെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യേശു എന്ന ആത്മീയ ഗുരു തൻ്റെ ശിഷ്യന്മാർക്കും മറ്റു മനുഷ്യഗണത്തിനും പഠിപ്പിച്ചത്, അന്നത്തെ നസ്രായർക്കൊക്കെ പഠിപ്പിച്ചത്. അദ്ദേഹം ഗലീലയിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിരുന്നു. അധ്യാപകനായിരുന്നു. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുത്തിരുന്നു. അത് കൂടാതെ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങൾ, അന്നത്തെ ഒരു യുഗം, ഒരു ട്രാൻസിഷൻ പീരീഡായിരുന്നു. ആ യുഗം ശരിക്കും ഒരു യുഗാന്തം പുള്ളി കണ്ടിരുന്നു. യുഗാന്തം അദ്ദേഹം കണ്ടിരുന്നു. പുള്ളി എന്ന് പറഞ്ഞ പ്രയോഗം തെറ്റാണ്. അപ്പം അങ്ങനൊരു യുഗാന്തം യേശു കണ്ടിരുന്നു, ഈസ കണ്ടിരുന്നു. ദൈവവിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ദൈവവിരുദ്ധമായ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ദൈവം അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളത് സംതിങ് റോങ് ആയിട്ടൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പൈസ പിരിക്കുക, പൈസ തട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെ രോഗചികിത്സ, ദൈവത്തിൻ്റെ പേരിൽ രോഗചികിത്സ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. യേശു ചെയ്തിരുന്നത് കൃത്യമായിട്ടാണ്. ഒരു കുഷ്ഠരോഗിയാണെങ്കിൽ ആ കുഷ്ഠരോഗിയുടെ കുഷ്ഠം കഴുകി വൃത്തിയാക്കിയാണ് അയാളെ ചികിത്സിച്ചിരുന്നത്. പനി പിടിച്ച ആളുടെ കൂടെ നിന്ന് മരുന്ന് കൊടുത്ത് അങ്ങനെ. അദ്ദേഹത്തിന് വൈദ്യം അറിയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് വൈദ്യന്മാരെ കണ്ടിരുന്നത് ദൈവത്തെ പോലെയാണ്. അപ്പോൾ യേശു ദൈവികതയുള്ളവനെ വൈദ്യം ചെയ്യാൻ അന്നൊന്നും പറ്റുള്ളൂ. അപ്പോൾ യേശുവിന് ആ ക്വാളിറ്റിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ ഈശോ ശക്തിയായി പ്രതികരിച്ചു. വൈവിധ്യം ഉയർത്തിക്കാട്ടുകയും ചെയ്തു. പിന്നെ ഈസയെ സംബന്ധിച്ച് ഈസ ഏകദൈവ വിശ്വാസിയായിരുന്നു. ഏകദൈവ ആയിരുന്നുകൊണ്ട് മറ്റുള്ളവരിലേക്കും ഏകദൈവ തത്വം പകർന്നു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പറഞ്ഞു പിടിപ്പിക്കുന്ന പുരോഹിതവർഗത്തിനെതിരെ, അന്നത്തെ പുരോഹിതവർഗം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. കപട ആത്മീയവാദികൾക്കെതിരെ യേശു എന്ന ഈസ ആഞ്ഞടിച്ചു. പുരോഹിതവർഗമൊക്കെ മനുഷ്യന് ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്തിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആഞ്ഞടിച്ചു. അന്നത്തെ കാലത്ത് പുരോഹിതവർഗം കുത്തഴിഞ്ഞ് ജീവിതം നടത്തിയിരുന്നു. അപ്പം പുരോഹിതവർഗത്തിലും ആത്മീയ തലത്തിലും ദൈവവിശ്വാസത്തിലൊക്കെ വലിയ അരാജകത്വം നിലകൊണ്ടിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അഴിച്ചുവിട്ടത്. അപ്പോൾ അതിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇതൊക്കെയാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത എപ്പിസോഡിൽ യേശുവിൻ്റെ മറ്റൊരു മുഖവുമായിട്ട് ഞാൻ വരും. ഇത് തീർന്നിട്ടില്ല, അപ്പോൾ കാത്തിരിക്കുക. ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.